അമീഗൂസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ണൂരുള്ള ഒരു സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ പോകണം. ഇതിനു മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളൊന്ന് പറശ്ശിനിക്കടവ് പോയപ്പോൾ ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ണൂരടുത്തുള്ള ഒരു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കറങ്ങാൻ പോയി. അപ്പോൾ നമ്മൾ ആദ്യം പോയത് നേരെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് വേണ്ട, മുതിർന്നവർക്ക് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. നമുക്ക് ഒരു ദിവസം അടിപൊളിയായിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ 50 രൂപയ്ക്ക് നല്ല മുതലിക്കലുണ്ട്. സത്യം പറഞ്ഞാൽ 50 രൂപയൊക്കെ കൂടുതൽ അവർക്ക് വാങ്ങിക്കാം. അത്രമാത്രം കാണാനുണ്ട് ഈ സൂവിൻ്റെ. അപ്പം നമ്മൾ ഗേറ്റിലെല്ലാം കടന്ന് ആദ്യം നമ്മൾ നേരെ ചെല്ലണത് ഒരു അക്വേറിയത്തിൻ്റെ ഒരു വലിയൊരു റൂമിലേക്കാണ് കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി ഉള്ള നല്ല അലങ്കാര മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞൂട്ടന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സൂ. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ്. അവർ ആദ്യമായിട്ട് കാണുന്ന പല സാധനങ്ങളുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കുറേ സാധനങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം നല്ല മീനുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മൾ ടി വിയിൽ ഡിസ്കവറി ചാനലിലേക്കാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നേരം മീനുകളെയൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഓരോ മീനുകളെ നമ്മൾ കാണിച്ചു തരാനും. അപ്പോൾ ഓരോ പേരുകൾ എന്തൊക്കെയാണെന്ന് വായിച്ചു കൊടുക്കാനൊക്കെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം അവധി ദിവസം ആയിരുന്നു തന്നെ കുറേ സ്കൂളിൽ നിന്ന് ടൂറും ഉണ്ടെന്നും അതേപോലെ തന്നെ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള കുറച്ച് പ്രായമായ ടൂറ് വന്നേക്കണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവരൊക്കെ ഇത് കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. അത്രയും പ്രായമായിട്ട് അവർ ഇപ്പോഴും യാത്രകളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നമ്മളന്ന് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ കണ്ണൂരൊക്കെ പോണവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂ ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഇട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറശ്ശിനിക്കടവ് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത കാരണം നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. സാധാരണ ഓടിപ്പോയി തൊഴുതിട്ടാണ് പോരാറ്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കണ്ണൂർ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ സ്ഥലത്തൊക്കെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് അടുത്തുള്ളത്, അതായത് കണ്ണൂരിൽ നമുക്കൊരു 16-18 കിലോമീറ്ററാണ് ഈ ഒരു സൂവിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ മീനുകളെയൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ വെച്ചേക്കണത് അതായത് ജിംഗിൾ ക്യാറ്റ്. കായൻ്റെ ആൾ മുകളിൽ തന്നെ ഇരിക്കണുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുന്നത്. അപ്പോൾ ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും നല്ല സേഫായിട്ടാണ് അവർ നോക്കണത്. നല്ല വൃത്തിയാണെങ്കിലും ഫുഡ് കൊടുക്കണമെങ്കിലും പരിസരം മൊത്തം നല്ല അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വേണ്ടി അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനിയാണ് മോനെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുഞ്ഞുട്ടൻ ആദ്യം ഒന്ന് പേടിച്ചിട്ടോ. കാരണം നമുക്ക് തന്നെ പേടിയായി. കാരണം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ എറണാകുളത്തെ വണ്ടർലയിലുള്ള മായാവി ഗുഹയില്ലേ, ആ ഒരു ബാലരമ കേവ്, അതിൻ്റെ അതാണ് കേട്ടോ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പം നമ്മൾ അകത്ത് കയറിയപ്പോൾ കുറച്ച് ഒരു ടെറർ ഫീലായിരുന്നു. ആ ഒരു ചുമന്ന ലൈറ്റും ഭയങ്കര കാറ്റും. സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്നാ, അതിൻ്റെ ഉള്ളിൽ നിറച്ച് പാമ്പുകൾക്കുള്ള ആ ഒരു സെറ്റപ്പാണ് നമ്മൾ കാണേണ്ടത്. നല്ല ഫാനും അവർക്ക് കിടക്കാനായിട്ടുള്ള ഓരോ കോലുകളാണെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വെച്ചേക്കുന്ന കാര്യങ്ങളാണെങ്കിലും പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി സെറ്റപ്പായിരുന്നു. അങ്ങനെ നമ്മൾ പാമ്പുകളെയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെട്ടമുണ്ട്, ഉള്ളിൽ കയറുമ്പോൾ പിന്നെയും നല്ല ഇരുട്ടാണ്. അങ്ങനെ നമ്മൾ പാമ്പുകളെയൊക്കെ ഇറങ്ങി എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെയും മീനുകളുടെ ഓരോരോ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇതിനകത്ത് മീനെ തപ്പിപ്പിടിക്കാൻ ഞങ്ങൾ 3 പേര് നോക്കി. പക്ഷേ മീനൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല. അങ്ങനെ അവിടുത്തെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞത് വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. എത്ര നടന്നാലും നമുക്ക് കണ്ട് തീരില്ല. അപ്പോൾ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കുരങ്ങന്മാരുടെ അടുത്തേക്കാണ് കേട്ടോ. അവരുടെ സെറ്റപ്പൊക്കെ കണ്ടില്ലേ, ഊഞ്ഞാലാടാനും കിടന്നുറങ്ങാനായിട്ട് തൊട്ടിലും എല്ലാം നല്ല വമ്പൻ സെറ്റപ്പാണ്. എല്ലാവർക്കും നല്ല VIP ട്രീറ്റ്മെൻറ്റാണ് ഈ സൂവിൽ. ഞാൻ ആദ്യമായിട്ടുണ്ട് ഒരു സൂവിൽ പോയിട്ട് മൃഗങ്ങൾ ഇത്രയും അവർ കെയർ ചെയ്യണത് കാണുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാം കറങ്ങി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ കുരങ്ങന്മാരുടെ അടുത്ത് നിൽക്കുകയാണ്. പോകാമെന്ന് വെച്ചിട്ട് കുഞ്ഞോട്ട് സമ്മതിക്കണില്ല. അവന് കുരങ്ങനെ കണ്ടിട്ട് മതിയായിട്ടുണ്ടായില്ല. അപ്പോൾ അവനെ കാണുമ്പോൾ ഓരോ കുരങ്ങളൊന്നും ഓരോ ഗോഷ്ടി കാണിക്കണം. നമ്മുടെ കൊച്ചിന് ഭയങ്കര സന്തോഷമായിട്ടോ. കാര്യം ആൾ ഇടയ്ക്കിടയ്ക്ക് അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് നെഞ്ചിലൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ മൊത്തം നല്ല സേഫായിട്ട്, അതായത് നമുക്ക്
വിസിറ്റേഴ്സിന് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അതേപോലെ അവർ നല്ല സേഫ് ആക്കിയിട്ടുണ്ട് മൃഗങ്ങളെയൊക്കെ. അപ്പോൾ കുഞ്ഞൂട്ടൻ കുറച്ച് നേരം കുരങ്ങനെയൊക്കെ കണ്ടിട്ട് പോണ ലക്ഷണമില്ല. പിന്നെ ഉന്തി തള്ളി ഞാൻ നേരെ അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അച്ഛനും മോനും കാര്യമായിട്ട് അവിടെ ഫോട്ടോഷൂട്ട് നടക്കാനുണ്ട്. ഞാൻ പതിയെ നടന്ന് നീങ്ങി. ഞാൻ നേരെ പോയി നമ്മുടെ ഇമോൻ്റെ അടുത്തേക്കാണ്. സത്യം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും തൊട്ടടുത്ത് ഞാൻ നിങ്ങളെ കാണുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ കാര്യമായിട്ടുള്ള ഫോട്ടോഷൂട്ടിലൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൂട്ടനും ഭയങ്കര സന്തോഷമായി. കാര്യം ആളും ഇതേപോലെയുള്ള മൃഗങ്ങളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ കാര്യം കാണുമ്പോൾ അത് എന്ത് സാധനമാണ്, ഇത് TV കണ്ട സാധനമല്ല, ഡിസ്കവറി ചാനലിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിനൊക്കെ. അപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിലും ഒരുപാട് സ്കൂളിൽ നിന്ന് കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എല്ലാം ഉണ്ട്. നമ്മൾ ഈ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കൊണ്ടുപോകണേക്കായി എന്തുകൊണ്ട് നല്ലത് ഇങ്ങനെ ഒരു കുറേ സ്ഥലത്ത് കൊണ്ടുപോകണേ. കാരണം പിള്ളേർക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറേ മൃഗങ്ങളും പക്ഷികളും പാമ്പുകളെ പറ്റിയാണെങ്കിലും. അങ്ങനെ നമ്മൾ യമുനയൊക്കെ കണ്ട് നേരെ താഴേക്ക് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ കിളികളുടെ സെക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ വർക്കൊക്കെ നടക്കണതാണ്. എന്നാലും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അടുത്ത വിസിറ്റേഴ്സിനൊന്നും ഉണ്ട് കേട്ടോ. നല്ല ക്ലീനാണ് എല്ലാ സറൗണ്ടിങ്സും ആണെങ്കിൽ. അങ്ങനെ നമ്മൾ നടന്ന് നേരെ എത്തിയതേ നല്ല മനോഹരമായിട്ടുള്ളൊരു മയിലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മയിലുകൾക്ക് എന്താണെന്ന് അറിയില്ല, എന്നെ ഒട്ടും താല്പര്യമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിലെ നമ്മുടെ അമ്മയുടെ വീടിൻ്റെ അടുത്ത്, അതായത് കങ്ങരപ്പുഴയിൽ SNDPയുടെ അമ്പലത്തിൽ പണ്ട് മയിലുണ്ടായിരുന്നു. അന്നാണ് ഞാൻ തൊട്ടടുത്ത മയിലിനെ കണ്ടേക്കുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഏട്ടത്തിയുടെ വീട്ടിൽ, അതായത് ഒറ്റപ്പാലത്ത് ഇതുപോലെ മയിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏട്ടത്തിയാണെങ്കിലും പോയി കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ അയച്ചു തരാറുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും പാത്രത്തിൽ നിന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ അവിടെ ആ ഏരിയയിലെത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ മയിലിൻ്റെ പൊടി പോലും കാണില്ല. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് അതിനെ ഒട്ടും താല്പര്യമില്ല. പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. പക്ഷേ അന്ന് ഞാൻ വിഷമമൊക്കെ തീർത്തു, കാരണം എൻ്റെ തൊട്ടടുത്ത് മയിൽ വന്നല്ലോ. അങ്ങനെ നമ്മളൊന്ന് കറങ്ങിയടിച്ച് വീണ്ടും നമ്മളിത് ഈ പാമ്പിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പ് പാമ്പാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാമ്പുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രോമാഞ്ചമാണ്. എനിക്ക് പണ്ടൊക്കെ പാമ്പിനെ ഭയങ്കര പേടിയായിരുന്നു. TV-യിലൊക്കെ കാണുമ്പോഴാണെങ്കിൽ അപ്പോൾ തന്നെ ചാനൽ മാറ്റിക്കളയും. പക്ഷേ വലുതാവും തോറും നമ്മൾ അതിനെപ്പറ്റി വായിച്ചും ഒക്കെ അറിഞ്ഞപ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി. എന്നാലും സത്യം പറഞ്ഞാൽ ഇപ്പോഴും പേടിയാണ് ചെറിയ രീതിയിൽ. അപ്പോൾ പാമ്പിനെയൊക്കെ ഓരോന്നൊക്കെ കാണുമ്പോൾ ഈ കയ്യിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ നല്ല രോമാഞ്ചപൂരിതമായിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞിന് പാമ്പിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഫോട്ടോ എൻ്റെ കണ്ണിൽ തട്ടിയത്. നമ്മുടെ മുത്തപ്പൻ്റെ ഒരു അടിപൊളി ഒരു ഫോട്ടോ. എന്ത് കഴിവല്ലേ മനുഷ്യന്മാർക്കൊക്കെ ഇങ്ങനെയൊക്കെ പടം വരയ്ക്കാനായിട്ട്. അങ്ങനെ ആ മുത്തപ്പൻ്റെ പടമൊക്കെ ആസ്വദിച്ച് പിന്നെയും ഞങ്ങൾ നടന്നു നീങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞോട്ടൻ ഓരോ പാമ്പ് എവിടെയാണ് തൂങ്ങിക്കിടക്കണേ, എവിടെയാണ് കിടക്കണേ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പാമ്പുകളുടെ അടുത്ത് അധികം നേരം നിൽക്കാറില്ല. ഞാൻ 2 ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത പാമ്പിലേക്ക്. ഈ സ്നേക്ക് പാർക്കിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ആ ഒരു മെയിൻ്റനൻസ് ആണ് കേട്ടോ. ഓരോ പാമ്പിൻ്റെ സ്ഥലവും, പാമ്പിൻ്റെ നല്ല ഏതൊരു മൃഗങ്ങളുടെ ആ ഒരു കൂടാണെങ്കിൽ എന്ത് ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കണം. ഒരു വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു സ്മെല്ലും ഇല്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് സൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു വൃത്തിയിൽ സൂക്ഷിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും, സാധാരണയൊക്കെ വെച്ചാൽ ചെറിയൊരു പെട്ടിക്കൂടായിരിക്കില്ല, പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ. എല്ലാ മൃഗങ്ങൾക്കും അവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള സ്ഥലം അവർ ആ കൂട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാമ്പിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയിക്കണം. നമ്മൾ ഇഗ്വാനയില്ലേ, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിലാണ് കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇത്രയും അടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല. മെയിനായിട്ട് ഞാൻ സിനിമയിലേക്കാണ് അധികം കണ്ടിട്ടുള്ളത്.
അങ്ങനെ ദേ ആദ്യം ഞാൻ ഒരെണ്ണത്തിനാണ് കണ്ടുള്ളൂ, പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കുറേ അവിടെ ഇവിടെയൊക്കെ നിന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മുതലച്ചാറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. കുഞ്ഞുട്ടൻ അച്ഛൻ പുച്ച അവിടെ കിടക്കേണ്ട ഇവിടെ കിടക്കണം. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചു പണിത് വെച്ചേക്കണേ, അതാ കിടക്കണം മുതൽ നോക്കിയ വായം തുറന്ന് കിടക്കണണ്ട, കണ്ടാരും വിശ്വസിക്കുമോ ജീവനുള്ളതാണ്. പക്ഷേ ഗൈസ് അതിന് ജീവനുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റെ കണ്ണിടക്കിടക്കിടക്ക് ഇങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ആ കിടക്കണങ്ങൾക്കൊക്കെ ജീവനുള്ളതാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു സ്റ്റാച്ചു വെക്കണ്ടേ. നമ്മുടെ കുഞ്ഞിച്ചക്കൻ ശരിക്കുള്ള മുതലിനെ പിടിക്കാൻ പറ്റാത്ത കാരണം തൽക്കാലത്തേക്ക് ആ മുതലിൻ്റെ അടുത്ത് വെച്ച് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും പാമ്പിലേക്ക് തന്നെ എത്തിയിട്ടോ. ഈ സൂവിൻ്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു സൂ തന്നെയാണ് കേട്ടോ സ്നേക്ക് പാർക്ക്. കൂടുതലും സ്നേക്കുകൾ തന്നെയാണ്, വെറൈറ്റീസ് ഓഫ് സ്നേക്കാണ്. വിഷമുള്ളതും വിഷമില്ലാത്തതും കുഞ്ഞിതും വലുതായിട്ടുള്ള വെറൈറ്റീസ് ഓഫ് പാമ്പുകളാണ് ഇതിൻ്റെ ഉള്ളത്. പക്ഷേ പാമ്പുകൾ മാത്രമല്ല കേട്ടോ, കുറേ മൃഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ തന്നെ പകുതി മുക്കാലിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനിയും ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് സമയം വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ പറശ്ശിനിക്കടവ് വൈകുന്നേരം തൊഴുതിട്ട് നമ്മൾ വൈകുന്നേരത്തെ ട്രെയിൻ, അതായത് സന്ധ്യയ്ക്കുള്ള ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഉദ്ദേശിക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൈം ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ. കാരണം നമ്മൾ സ്ഥിരം വന്നൊരു സ്ഥലമല്ലല്ലോ, ഇത്രയും ലോങ് വരെയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും ഏത് കാലത്താണ് ഇനി വന്നേന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ കറങ്ങാൻ തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ പാമ്പിനെയൊക്കെ കണ്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ നമ്മളെത്തിയത് കോബ്ര ഹൗസിനകത്തേക്കാണ്. കോബ്ര ഹൗസിൽ ചെന്നപ്പോൾ ഒരു അടിപൊളി സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. എനിക്ക് സത്യം പറയാലോ, കുറച്ചു നേരം പാമ്പിനെ കണ്ടപ്പോൾ എനിക്ക് ബോറടിച്ചു തുടങ്ങിയിട്ടാണ്. പക്ഷേ അച്ഛനും മോനും അങ്ങനെയല്ല. അച്ഛനും മോനും ഓരോ പാമ്പിനെ കാണുമ്പോൾ പിന്നെ അടിച്ചു നിന്നിട്ട് അതിൻ്റെ പേരും അത് ഈ എഴുതണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ബോറടിക്കില്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ബോറടിച്ചിട്ടാണ്. പക്ഷേ അച്ഛനും മോനും അങ്ങനെ കാര്യമായിട്ട് ബോറടി നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ബോറടി മാറ്റാൻ വേണ്ടി ഒന്ന് നടന്നു തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടത്. പക്ഷേ നമ്മൾ വിചാരിക്കും കുഞ്ഞുട്ടൻ കയറിയെന്ന്, പക്ഷേ കുഞ്ഞുട്ടൻ കയറിയില്ല. കുഞ്ഞുട്ടന് അച്ഛൻ്റെ ഇഷ്ടമാണ് അവൻ്റെ ഇഷ്ടം. അങ്ങനെ അച്ഛൻ ഊഞ്ഞാലിൽ കയറിയപ്പോൾ കൊച്ചു നല്ല ആട്ടലോടാട്ടൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആട്ടലല്ല കേട്ടോ, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താട്ടലാണ്. അതിനുശേഷം പാവം എവിടെ ചെന്നാലും അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് കൊച്ചെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും കേട്ടോ. കുട്ടിയേക്കാളും കുഞ്ഞു മനസ്സായ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ എവിടെ ഉണ്ണിയാലും ഉറങ്ങുന്ന സ്ഥലം കണ്ടാലും ഞങ്ങൾ ആദ്യം ഫസ്റ്റ് അടിക്കും. പക്ഷേ മോൻ അതിൻ്റേതായിട്ടുള്ള സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല. അച്ഛൻ എന്തോരം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതനുസരിച്ച് ഞങ്ങളും കട്ടയ്ക്ക് നിൽക്കും. പക്ഷേ അച്ഛനും തിരിച്ച് അതേപോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നേരെ തിരിച്ചാവും രണ്ടുപേരും. അപ്പോൾ അത്യാവശ്യം കുഞ്ഞോടിന് നല്ല രീതിയിൽ സന്തോഷമായിട്ടോ. കാര്യം പാമ്പിനെയൊക്കെ കണ്ട് എനിക്ക് ബോറടിച്ചെങ്കിലും അവരിങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഒരു ഊഞ്ഞാൽ കണ്ടത്. പിന്നെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും മാറി ഊഞ്ഞാലാടിട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്ക് വന്നേക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അമ്പലത്തിൽ തൊഴാൻ പോകണമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഓടിച്ചിട്ടെല്ലാം പിന്നെ ഒന്ന് കാണാൻ പോവാണ്. അപ്പോൾ ഇനിയും കുറേ സ്ഥലം കാണാനുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് നേരെ രാജവെമ്പാലയുടെ അടുത്തേക്കാണ് വന്നേക്കണം. പക്ഷേ കുറേ നേരം കണ്ടിട്ട് എനിക്ക് മനസ്സിലല്ല, പിന്നെയാണ് കിടക്കണ ഐറ്റം. അങ്ങനെ നമ്മൾ പാമ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും വന്നപ്പോൾ കിടക്കണു മീൻ. പക്ഷേ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, വെറൈറ്റീസ് ഓഫ് കളറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം ഇതിനെ തന്നെ നോക്കി നിന്നായിരുന്നു. കാരണം ഇത്രയും നേരം നമ്മൾ പാമ്പിനെ തന്നെയാണല്ലോ നോക്കി നിന്ന്. അങ്ങനെ നമ്മൾ മീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നിറച്ചും കുരങ്ങന്മാർ. ശരിക്കുള്ളതില്ല കേട്ടോ പണിത് വെച്ചേക്കണത്. കുറേ ഇരിക്കണതും കുറേ നിൽക്കണതും കുറേ കളിക്കണതും. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മിഠായി പീടികയിലേക്കാണ് കേട്ടോ. വെറൈറ്റീസ് ഓഫ് മിഠായി, ഉപ്പിലിട്ട സാധനവും പോപ്കോണും ഡേയ്സും അടിപൊളിയൊരു കടയായിരുന്നു. നല്ല കച്ചവടവും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും എന്താ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ കുഞ്ഞിച്ചക്കൻ പറഞ്ഞാൽ നമുക്കൊന്ന് ഐസ്ക്രീം വാങ്ങിക്കാം. ആയിക്കോട്ടെ, കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ. അങ്ങനെ നമ്മൾ 3 പേരും ഐസ്ക്രീം വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കും കുഞ്ഞുട്ടനും കോണിനോടാണ് താല്പര്യം. പക്ഷേ ഏട്ടനെ എപ്പോഴും ചോക്കോബാറിനോടാണ് പ്രിയം കൂടുതൽ. അങ്ങനെ നമ്മൾ 3 പേരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നല്ല തട്ടലാണ് കേട്ടോ. ഐസ്ക്രീം സത്യം പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ഒരു വികാരമാണല്ലേ. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നല്ല തണുപ്പുള്ള ഒരു ഐസ്ക്രീം കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖം എൻ്റെ പൊന്ന് സാറേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പതിയെ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടോ. കാരണം എന്താ, നമ്മളെ വെള്ളത്തിൻ്റെ സമയമായിട്ടുണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത്. അപ്പോൾ സമയമായപ്പോൾ നമ്മൾ പതിയെ ഇറങ്ങിയിട്ടുണ്ട് പാർക്കിൽ നിന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ് പിടിച്ച് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോകാൻ പോവാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ നേരെ റൂമിൽ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. അപ്പോൾ നിങ്ങൾ കണ്ണൂരൊക്കെ വന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് കവർ ചെയ്ത് പോകാം. അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട്, അധികം പൈസയും ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.